സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തെറ്റും പറ്റാത്ത ഒരു മനുഷ്യസങ്കല്പം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ആയ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എവിടെയും അവതരിപ്പിക്കുന്നില്ല. തെറ്റുപറ്റാത്ത ഒരു മനുഷ്യൻ. മറിച്ച് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അവൻ എത്ര വലിയ മഹത്വമുള്ളവനാണെങ്കിലും മഹാനാണെങ്കിലും തെറ്റു പറ്റാനുള്ള സാധ്യതയാണ്, അബദ്ധം പറ്റാനുള്ള സാധ്യതയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനിൽ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രസ്താവനയുണ്ട്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ ഇല്ലാ മാ റഹിമ റബ്ബി. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് തിന്മക്ക് പ്രേരിപ്പിക്കുന്നതാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ നാഥൻ്റെ കാരുണ്യം കിട്ടിയവനൊഴികെ. മനുഷ്യ മനസ്സ് തന്നെ തിന്മക്ക് പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമാം ഹാക്കിം, തുർമുദി, ഇബ്നു മാജ ഇവരൊക്കെ അവരുടെ ഹദീസ് സമാഹാരങ്ങളിൽ ഉദ്ധരിച്ച ഒരു നബിവചനമുണ്ട്. കുല്ലിബ്നു ആദമ ഖത്താഊൻ, അഥവാ മനുഷ്യർ അവൻ തെറ്റുപറ്റുന്നവനാണ്, തെറ്റ് ചെയ്യുന്നവനാണ്. വ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, അവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് തെറ്റുപറ്റിയത് ബോധ്യപ്പെടുമ്പോൾ അത് തിരുത്തുന്നവനാണ് ഏറ്റവും ഖൈറായവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അഥവാ തെറ്റ് പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു പോരായികയല്ല. ഒരു മനുഷ്യന് തെറ്റുപറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പോരായികയല്ല, മറിച്ച് അവൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണത്, അഥവാ ഒരു സഹജ സ്വഭാവമാണ്. അതൊരു പോരായികയായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അത് തിരുത്താൻ സന്നദ്ധതയുണ്ടോ എന്നിടത്താണ് പ്രശ്നം. ഒരാൾ അതിന് തിരുത്താൻ സന്നദ്ധമാണോ എന്നല്ല, തെറ്റു പറ്റാതിരിക്കുക എന്നുള്ള, എത്ര വലിയ മഹാനാണെങ്കിലും തെറ്റു പറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം മനുഷ്യനെ അള്ളാഹു ഫ്രെയിം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവന് സൃഷ്ടിച്ചിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ ആ ഒരു പ്രകൃതത്തോടു കൂടിയാണ്. അതാണ് ഈ ഒരു ഹദീസും വിശുദ്ധ ഖുർആനിലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഒരു 2-3 ആഴ്ചക്കിടയിൽ കേരളത്തിലെ ഒരു വലിയ പ്രഭാഷകൻ, പേരൊക്കെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിയും, അദ്ദേഹത്തോട് ഈ മിമ്പറിൽ വെച്ച് നമ്മൾ പല സുപ്രധാന കാര്യങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. തിരുദൂതർ നിറവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ പുസ്തകത്തിനകത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹപ്രായം സാധാരണ നമ്മൾ കേൾക്കുന്നത് 9 വയസ്സ് എന്നാണ്. പിന്നെ ഇതിൽ അദ്ദേഹം, അതാണ് വിവാദമാകുന്നതും. നിരീശ്വരവാദികളും നാസ്തികരുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്ന, നിന്ദിക്കാൻ ഉപയോഗിക്കുന്നത് പ്രവാചകൻ 9 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു, ഇതെന്ത് പ്രവാചകനാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം ആയിഷ ബീവിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് 9 വയസ്സല്ല, 17 വയസ്സാണ്, അല്ലെങ്കിൽ 18 വയസ്സാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. പല വിവിധങ്ങളായ തെളിവുകളുടെ പിൻബലത്തോടു കൂടിയാണ് അദ്ദേഹം അത് സമർത്ഥിക്കുന്നത്. ഈ പുസ്തകം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഇൻ്റർവ്യൂ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിവാദമായി. വിവാദമാകാനുള്ള പ്രധാന കാരണം, ഇൻ്റർവ്യൂ ചെയ്ത ആൾ അദ്ദേഹത്തോട്, ഈ പ്രഭാഷകനോട് ചോദിച്ചു,
അല്ല, അപ്പോൾ താങ്കൾ അതിനകത്ത് 17 വയസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു വചനത്തിനെതിരല്ലേ? ആയിഷ ബീവി തൻ്റെ വിവാഹത്തെ പ്രായത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരല്ലേ താങ്കൾ പറയുന്നത് എന്ന് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ബുഖാരി പറഞ്ഞ ആ ഹദീസിനെതിരല്ലേ താങ്കൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മറുപടി അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഞാൻ ഈ പറയുന്നതാണ്, മറ്റൊന്നുമല്ല. അദ്ദേഹം പറയുന്നത്, ഇവിടെ ബുഖാരി പറഞ്ഞതിനെ ശരിയാക്കുക എന്നതല്ലല്ലോ, മറിച്ച് നബിയുടെ ശരിയാണെന്ന് അറിയിച്ചു കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഴിക്കപ്പെട്ടാലും വേണ്ട, കുഴപ്പമില്ല, ബുഖാരിയെ ശരിയാക്കണം, അതെവിടുത്തെ ന്യായമാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, ബുഖാരി നബിയല്ലല്ലോ. മഖ്ദൂം ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാകുന്നതിന് എന്താ കുഴപ്പം? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലയെ ഉദ്ദേശിച്ചായിരിക്കും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാവുക. മഖ്ദൂം ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാകുന്നതിന് എന്താണ് കുഴപ്പം? മഖ്ദൂം നബിയല്ലല്ലോ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിയാൽ എന്താണ് പ്രശ്നം? 1,24,001 നബിയൊന്നുമല്ലല്ലോ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അവർക്കൊക്കെ തെറ്റു പറ്റാമല്ലോ. ഇമാം ഷാഫി പറഞ്ഞ ഒരു കാര്യം ഒന്ന് തെറ്റായിരുന്നു, പറഞ്ഞ ഒരു കാര്യം തെറ്റായിരുന്നു എന്ന് വന്നാൽ എന്താണ് പ്രശ്നം? ഷാഫി ഇമാം നബിയല്ലല്ലോ എന്നാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഇതാണ് വിവാദമായത്. ഇത് വിവാദമായി വലിയ ചർച്ചയായി അദ്ദേഹം ആ പുസ്തകം പിൻവലിച്ചു. ധനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിപ്പോൾ ഇതിവിടെ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, നമ്മളിപ്പോൾ ഇത് വെച്ച് ചർച്ചക്കെടുക്കുന്നത് ആയിഷ ബീവിയുടെ വിവാഹപ്രായം എത്രയാണ് എന്ന് കൃത്യം പറയുക എന്ന ഉദ്ദേശത്തിലല്ല ഞാനിത് പറയുന്നത്. ആയിഷ ബീവിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് അതെത്രയാണ് എന്ന് അറിയൽ ഇസ്ലാമിലെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ വിവാഹപ്രായം കൃത്യപ്പെടുത്തൽ ഇസ്ലാമിലെ ഏതെങ്കിലും ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശരിയും ശരികേടും ആകണം, കൃത്യപ്പെടുത്തണമെങ്കിൽ ഈ വിവാഹപ്രായം അറിയണം എന്ന പ്രശ്നമില്ല. അപ്പോൾ ഇസ്ലാമിലെ ഒരു സുന്നത്തായ ആരാധനാ കർമ്മവുമായി ബന്ധപ്പെട്ട് പോലും ആയിഷ ബീവിയുടെ പ്രായം കണക്ട് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഹറാം ഹലാൽ, ഇസ്ലാമിലെ ഹറാം ഹലാൽ തീരുമാനിക്കുന്നിടത്ത് ആയിഷ ബീവിയുടെ വിവാഹപ്രായം ഒരു പ്രശ്നമല്ല. എന്നു മാത്രമല്ല, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ഫിഖ്ഹി കർമ്മശാസ്ത്ര പ്രശ്നം ചർച്ച ചെയ്യുന്നിടത്ത് ആയിഷ ബീവിയുടെ വിവാഹപ്രായം ഒരു പ്രശ്നമല്ല. ആയിഷ ബീവിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് വെറും ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ മാത്രമാണ്, ചരിത്രപരമായ ഒരു ഡാറ്റ മാത്രമാണ്. അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. കാരണം ഇപ്പം മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണ് എന്നതാണല്ലോ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതി. ആ സംഗതി പോലും എന്നാണ് എന്നുള്ളത് ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ മാത്രമാണ്. പ്രവാചകൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്റെ ജന്മദിനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ മതപരമായി പ്രാധാന്യമുള്ളൊരു സംഗതിയല്ല, അതിനൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമാണ് ഉള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമാണ് അതിനുള്ളത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിഷ ബീവിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമാണ്, അതിന് ചരിത്രപരമായ പ്രാധാന്യം മാത്രമാണ് ഉള്ളത്. അതിന് റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യവും അതിനില്ല. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. ഞാൻ ആയിഷയെ കല്യാണം കഴിച്ചത് ഇത്രാമത്തെ വയസ്സിലാണ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ അത് ഹദീസുമല്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ആ നിലക്ക് കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് 17 എന്ന് ചർച്ച ചെയ്യുന്ന, 18 എന്ന് ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്, ലോകത്തുണ്ട്. പല തരത്തിലുള്ള പണ്ഡിതന്മാരുണ്ട്. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ചില പണ്ഡിതന്മാരുണ്ട്. അതല്ല, ഈ പ്രഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ സുന്നി ലോകത്തുള്ള പണ്ഡിതന്മാരുമുണ്ട്. അവരെഴുതി വച്ച പുസ്തകത്തിൽ നിന്നുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം 5-6ഓളം തെളിവുകൾ
വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ 17 എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അഥവാ ആയിഷ ബീബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് 6 വയസ്സിലോ 9 വയസ്സിലോ ഒന്നുമല്ല, 17 വയസ്സിലാണ് എന്നതാണ്. പ്രശ്നം വിവാദമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം 2 മണിക്കൂർ 37 മിനിറ്റും നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. ആദ്യം അദ്ദേഹം പറഞ്ഞത് ബുഖാരിക്ക് തെറ്റുപറ്റിക്കൂടെ, മഖ്ദൂമിന് തെറ്റുപറ്റിക്കൂടെ, ഇമാം ഷാഫി ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് വന്നാൽ എന്താണ് പ്രശ്നം, അവർ നബി അല്ലല്ലോ. ഇത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പല കാര്യത്തിലും നമ്മൾ അദ്ദേഹത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹം ചോദിച്ചത് തന്നെയാണ് ശരി. ഇവർക്കൊരു തെറ്റു പറ്റി എന്നതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോവുക, അത് അദ്ദേഹം ചോദിച്ചു തന്നെയാണ് ശരി. കാരണം പ്രവാചകന്മാരെ പോലെ പാപസുരക്ഷിതത്വമുള്ളവരല്ല അവർക്ക് ശേഷമുള്ള ആരും തന്നെ. ഒരാൾക്കും പാപസുരക്ഷിതത്വം ഇല്ല. ആ നിലക്കൊരു ദൈവികമായ സംരക്ഷണം ആർക്കും ഇല്ല. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ വസ്തുത. പക്ഷെ പിന്നീട് വിവാദമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതാകെ തിരുത്തുകയാണ്. ഒന്നാമത് ആ പുസ്തകം പിൻവലിക്കുന്നു. രണ്ടാമത്തേത് അദ്ദേഹം ആ പ്രഭാഷണത്തിൽ ഉടനീളം പറയുന്നത് ഇമാം ബുഖാരിക്ക് എന്താ തെറ്റുപറ്റിക്കൂടെ എന്ന് ഞാൻ പറഞ്ഞത് അദബ് കേടാണ്, അതൊരു സ്ഖലിതമാണ്. എന്താണ് ശംസുല്ലുലമക്ക് തെറ്റുപറ്റിക്കൂടെ, വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് തെറ്റുപറ്റിക്കൂടെ, ഇതൊക്കെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്, അദബുകെട്ട വാക്കുകളാണ്. എന്നാൽ വസ്തുത സത്യമാണ്. അള്ളാഹുവിനോട് രാത്രി ഞാൻ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി യാസീൻ ഓതി ബുഖാരിയോട് ഞാൻ മാപ്പപേക്ഷിച്ചു. ഞാൻ പറഞ്ഞത് തെറ്റാണ്, അബദ്ധമാണ്, 100% ഞാൻ പറഞ്ഞത് തെറ്റാണ്, സമൂഹത്തോട് ഞാൻ 100% മാപ്പ് ചോദിക്കുന്നു, പിൻവലിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ ഒരു വർത്തമാനം അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൂട്ടത്തിൽ പറയുന്നത്, ഇനി ഞാൻ പൊതുവേദിയിൽ വെച്ച് എന്നോട് ആയിഷ ബീവിയുടെ വിവാഹപ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ 9 പറയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആയിഷ ബീവിയുടെ വിവാഹപ്രായമല്ല നമ്മുടെ ചർച്ച. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, ഈ ബുഖാരിക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന ചോദ്യം, ഇമാം ഷാഫി റഹ്മഹുല്ലക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന ചോദ്യം യാസീൻ ഓതി മാപ്പപേക്ഷിക്കേണ്ട ഒരു തെറ്റാണോ ഇസ്ലാമിൽ? നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. അത് വെറും ഒരു പ്രശ്നമല്ല, ഒരുപാട് സംഗതികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന് തെറ്റ് പറ്റില്ല എന്ന സങ്കല്പം ഇസ്ലാമിലില്ല. തെറ്റു പറ്റാനുള്ള സാധ്യതയാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് തെറ്റു പറ്റുമെന്ന് പറയുന്നത് മഹാ തെറ്റായി മാറുന്നൊരവസ്ഥ, ഒരാൾക്ക് ഒരു അബദ്ധം പറ്റുമെന്ന് പറയുന്നത്, മഹാന്മാർക്ക് അബദ്ധം പറ്റുമെന്ന് പറയുന്നത് മഹാ അബദ്ധമായി മാറുന്നൊരവസ്ഥ, അങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അങ്ങനെ ഒന്നും പരിചയപ്പെടുത്തുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കുറേ വിശ്വാസങ്ങൾ കെട്ടിപ്പോക്കും. എന്നിട്ട് അതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇസ്ലാമിലെ മൗലികമായ പല കാര്യങ്ങളെയും നിരാകരിക്കും. ഇതാണ് നമ്മൾ പല കാര്യത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ കെട്ടിപ്പോക്കും, ബിൽഡപ്പ് ചെയ്യും. എന്നിട്ട് അതിനെ താങ്ങാനും അതിനെ ന്യായീകരിക്കാനും അതിനെ പിടിച്ചു നിർത്താനും വേണ്ടി ഇസ്ലാമിൻ്റെ മൗലികമായ പല സത്യങ്ങളെയും നിരാകരിക്കേണ്ടി വരും. നിങ്ങളാ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ കുറ്റവാളിയായി മാറും. ഇതൊക്കെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കെട്ടിപ്പൊക്കിയ ഒരു കുറേ വിശ്വാസങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആ കെട്ടിപ്പൊക്കിയ വിശ്വാസങ്ങളിൽ പെട്ട ഒന്നാണ്, പ്രവാചകന്മാർ എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയും. പ്രവാചകന്മാർ എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുന്നത് ഇസ്ലാം എവിടെയും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ്. പ്രവാചകന്മാർ എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയും. എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുമെന്ന് പ്രവാചകന്മാർ പോലും അവകാശപ്പെട്ടിട്ടില്ല. അപ്പൊ പ്രവാചകന്മാരുടെ തലയിൽ അത് കെട്ടിവെക്കുകയാണ്, ആ വിശ്വാസം കെട്ടിപ്പൊക്കുകയാണ്. രണ്ടാമത്തേത്, എല്ലാ മഹാന്മാർക്കും അള്ളാഹു അദൃശ്യം അറിയിച്ചു കൊടുക്കും. പ്രവാചകന്മാർക്ക് അദൃശ്യം അറിയിച്ചു കൊടുക്കുന്നത്, പിന്നെ പ്രവാചകന്മാർ അദൃശ്യം അറിയുമെന്ന് പറഞ്ഞാൽ പിന്നെയുമുണ്ട്. പക്ഷേ എല്ലാ മഹാന്മാർക്കും അള്ളാഹു അദൃശ്യം അറിയിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനെ ഒക്കെ ദുർവ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുകയാണ്. എല്ലാ മഹാന്മാർക്കും അദൃശ്യം അറിയിച്ചു കൊടുക്കും, അവർ അദൃശ്യം അറിയും എന്ന് വന്നാലേ മറ്റു ചിലരുടെ ബിസിനസ് നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ മഹാന്മാർ അദൃശ്യം അറിയുമെന്ന് പറയുന്നത്. അത് ഒന്ന്. മറ്റൊന്ന്, ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകളാണ്. ഔലിയ സങ്കല്പം കെട്ടിപ്പൊക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ഒരാൾ ഔലിയ ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരു കറാഹത്ത് പോലും ചെയ്യൂല. ഇസ്ലാമിനൊന്നും ഒരു പരിചയമില്ലാത്ത കാര്യമാണിത്. ഒരു മനുഷ്യനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി
അവരെ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കി പറയുന്ന ഒരു കാര്യമാണ് ഔലിയാക്കൾക്ക് കറാഹത്ത് പോലും സംഭവിക്കൂല. മറ്റൊരു കാര്യമാണ് 4 മദ്ഹബുകൾ അള്ളാഹു ശറഅക്കിയതാണ്. ഇതൊരു പക്ഷെ സാധാരണക്കാരൻ ഇത് കേൾക്കുമ്പോൾ വേണ്ടത്ര മനസ്സിലാവില്ല. എന്താണ് ഈ പറയുന്നത്? അള്ളാഹ് ശറഅക്കി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പൊ മദ്ഹബിനെ ഇപ്പൊ നമ്മൾ അംഗീകരിക്കുന്നതാണല്ലോ. അപ്പൊ ഇനി അള്ളാഹ് ശറഅക്കി എന്ന് പറഞ്ഞപ്പോ എന്താ പ്രശ്നം എന്നാണ്? അള്ളാഹ് ശറഅക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? അള്ളാഹ് ഒരു കാര്യം ശറഅക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞു എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ പ്രവാചകൻ ആധികാരികമായി നമ്മളോട് പറഞ്ഞു എന്നാണ് അതിനർത്ഥം. അള്ളാഹ് ശറഅക്കി എന്ന് പറയാം, അള്ളാഹ് നിയമമാക്കി എന്നാണ് അതിനർത്ഥം. അള്ളാഹ് നിയമമാക്കി എന്നാണ് അതിനർത്ഥം. 4 മദ്ഹബിന്റെ ഇമാമുകൾ അള്ളാഹ് നിയമമാക്കി എന്ന് പറയണമെങ്കിൽ 4 മദ്ഹബുകൾ അള്ളാഹുവിന്റെ ചുരുങ്ങിയത് അള്ളാഹിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാവണം. കാരണം അള്ളാഹ് ശറഅക്കണമെങ്കിൽ ഒന്നുകിൽ ഖുർആനിലൂടെ ശറഅക്കണം, അല്ലെങ്കിൽ പ്രവാചക വചനത്തിലൂടെ ശറഅക്കണം. നമ്മൾ നന്നായി അറിയണമത്. ഈ മദ്ഹബുകളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ, ഈ വൈരുദ്ധ്യങ്ങളെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർത്തമാനം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 80 കൊല്ലവും 90 കൊല്ലവും 100 കൊല്ലവും ഒക്കെ കഴിഞ്ഞു വന്ന മദ്ഹബിന്റെ ഇമാമുകൾ, ഈ മദ്ഹബിന്റെ ഇമാമുകളെ മദ്ഹബുകളെ അള്ളാഹ് ശറഅക്കി എന്ന് പറഞ്ഞാൽ ഇതിലൊരു വലിയ അബദ്ധം എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹ് ശറഅക്കണമെങ്കിൽ ഖുർആനിലൂടെ ശറഅക്കണം. ഖുർആനിൽ ഒരു ആയത്തുണ്ടാകണം, ഞാൻ മദ്ഹബുകളെ അംഗീകരിച്ചിരിക്കുന്നു, മദ്ഹബുകളുടെ അഭിപ്രായങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനത്തിലൂടെ പറയണം. എന്ത്? 4 മദ്ഹബുകളെ അംഗീകരിച്ചിരിക്കുന്നു അള്ളാഹു. ഇതാ കാലത്ത് മദ്ഹബിന്റെ ഇമാമുകൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം വന്ന കാര്യത്തെയാണ് അള്ളാഹ് ശറഅക്കി എന്ന് പറയുന്നത്. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സങ്കല്പവുമായി ചേരൂല, വർത്തമാനം ചേരൂല. രണ്ടാമത്തെ എന്തിനാണെന്ന് ചോദിച്ചാൽ, മദ്ഹബുകൾ ഓരോ കാര്യത്തിലും പറഞ്ഞിട്ടുള്ളത് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒറ്റ നിസ്കാരത്തിൽ തന്നെ 100 ചില്ലാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ മദ്ഹബുകൾ മാത്രം തമ്മിലുണ്ട്. ഇതിനെയൊക്കെ എവിടെയൊക്കെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊള്ളിക്കണം, ഇതൊക്കെ ശരിയാണെന്ന് പറയണം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ അള്ളാഹ് ശറഅക്കി എന്നുള്ള വർത്തമാനം പറയുന്നത്. പിന്നെ അതിനേക്കാൾ അബദ്ധമുള്ളൊരു കാര്യമുണ്ട്. ഇവരൊക്കെ വിശ്വസിച്ച് നടക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവരൊക്കെ പറയുകയും എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണിത്. മറ്റൊന്നാണ് ഖുർആനിലോ സുന്നത്തിലോ സ്പഷ്ടമാക്കപ്പെട്ട ഒരു കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ പിന്നെ നമുക്കത് പ്രമാണമാണ്. നമ്മുടെ പ്രമാണങ്ങൾ അത് രണ്ടുമാണ്. ഇവർ പറയുന്നതല്ല. ഖുർആനിലോ സുന്നത്തിലോ സ്പഷ്ടമാക്കപ്പെട്ട ഒരു കാര്യവുമായി ഇജ്മാ എതിരായാൽ ഇജ്മാഇനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ്. ഇജ്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠ്യനുള്ള അഭിപ്രായമാണ്. ഖുർആനിലും സുന്നത്തിലും അള്ളാഹ് ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറഞ്ഞ പിന്നെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞ എന്താ കാര്യം? ഇനി ഇവരെല്ലാവരും കൂടി ഒരു കാര്യം പറഞ്ഞ് അതിനെന്താ ഇസ്ലാമിൽ എന്തൊക്കെ വാലിഡിറ്റി ഉള്ളത്? ഒരു വാലിഡിറ്റി ഇല്ല. ഇജ്മാ പോലും ഖുർആനും സുന്നത്തിനോട് യോജിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. ആ സ്ഥാനത്താണ് പറയുന്നത്, ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം സ്പഷ്ടമായി പറഞ്ഞു, അതിനെതിരാണ് പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠ്യനുള്ള അഭിപ്രായമെങ്കിൽ നമ്മളൊക്കെ സാധാരണ ഒന്നും തിരിയാത്ത, ഒരു ദർസിലും പോകാത്ത, ഒന്നും അറിയാത്ത സാധാരണക്കാരൻ എന്താ പറയാ? ഖുർആനും സുന്നത്തിലുള്ളത് എടുക്കണമെന്നല്ലേ പറയാ. ഇവർ പറഞ്ഞതല്ല, ഇജ്മാ എടുക്കണം എന്നാണ് പറയുന്നത്. അതിനൊരു ന്യായങ്ങൾ പറയുന്നുണ്ട്. ആ ന്യായങ്ങൾ ഇതിനേക്കാൾ വലിയ ബ്ലണ്ടറാണ് എന്നുള്ളതാണ് അതിലും ഏറ്റവും വലിയ ഒരു കോമഡി എന്ന് പറയുന്നത്. എന്തുമാകട്ടെ, ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ മൗലിക സങ്കല്പങ്ങളെ ഇവർ നിരാകരിക്കാൻ സന്നദ്ധമാകും. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആവശ്യമില്ലാത്ത പറയും, പറഞ്ഞിട്ടും പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ബന്ധപ്പെടില്ല. നമ്മൾ ആവശ്യമില്ലാത്ത ആളുകളോട് പറയും, പറഞ്ഞിട്ടും പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നെയും കുറെ തെറ്റുകൾ നമ്മൾ പറയും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിഷയങ്ങൾ. ഇതിൽപ്പെട്ട മറ്റൊരു കെട്ടിപ്പൊക്കിയതാണ് മഹാന്മാർക്ക് ആർക്കും തെറ്റുപറ്റൂല എന്നിവർ പറയുന്നത്. ഈ കൂട്ടത്തിൽ കെട്ടിപ്പൊക്കിയ വേറൊരു കാര്യമാണ്, മഹാന്മാർക്ക് തെറ്റുപറ്റൂല എന്ന് ഇസ്ലാമിൽ ഒരു പ്രമാണവുമില്ല. മനുഷ്യന്റെ പ്രകൃതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മഹാന്മാർ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകം കണ്ട മഹാനാണ്, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല നമുക്ക്. ഇമാം ഷാഫി റഹ്മഹുല്ല, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം, ഇമാം മാലിക് ഇവരെല്ലാവരും ലോകപ്രശസ്ത അഗ്രഗണ്യരായ മഹാന്മാരാണ്. ഇതിനകത്തൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇവർക്കൊരബദ്ധവും പറ്റൂല എന്ന് പറയുന്നത് ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്. ഇസ്ലാമിന് പരിചയമില്ലാത്തൊരു കാര്യമാണ്. ഇവർക്കൊരു അബദ്ധവും പറ്റൂല. നമ്മൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കൃത്യം തിരിച്ചറിയണം. നമ്മൾ പറയുന്ന ഇവർക്ക് തെറ്റ് പറ്റുക എന്ന് പറയും, തെറ്റ് ചെയ്യുക എന്ന് പറയും. ഖുർആൻ പറയുന്ന ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാം,
തെറ്റ് ചെയ്യുന്നതും തെറ്റു പറ്റുന്നതും സൂക്ഷ്മാർത്ഥത്തിൽ രണ്ടാണ്. തെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബോധപൂർവം ചെയ്യുന്നതിനാണ് നമ്മൾ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി തെറ്റാണ്, പക്ഷെ പെട്ടുപോയി, ഇത് നമ്മൾ തെറ്റ് ചെയ്യുക എന്ന് പറയും. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി താഴെയാണ് നിങ്ങൾക്ക് തെറ്റു പറ്റുക എന്ന് പറയുന്നത്. ഈ പറ്റുക എന്ന് പറയുന്ന സൂക്ഷ്മാർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പറ്റൽ ബോധപൂർവമല്ല. ചിലപ്പോൾ പറ്റിയ ആൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല തനിക്ക് അബദ്ധം പറ്റിയെന്ന്. ഇതിനെയാണ് പറ്റുക എന്ന് സാധാരണ നമ്മൾ പറയാറ്. അപ്പോൾ ഈ അബദ്ധം പറ്റാനുള്ള സാധ്യതയെ നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. ഈ പണ്ഡിതന്മാർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യും എന്നല്ല നമ്മൾ പറയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് ഇവർ തെറ്റ് ചെയ്യും എന്നല്ല നമ്മൾ പറയുന്നത്. അബദ്ധത്തിൽ ഇവർക്ക് തെറ്റ് പറ്റാം എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഇസ്ലാം ഈ പറഞ്ഞ കാര്യത്തിനെതിരല്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഇവർ തെറ്റ് ചെയ്യുമെന്നല്ല നമ്മൾ പറയുന്നത്. ഇവർക്ക് തെറ്റു പറ്റാം. മനുഷ്യനാണ്. എന്തെല്ലാം തെറ്റിദ്ധാരണകളും തെറ്റുകളും നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഔന്നിത്യമുള്ള ആളുകളാണ് പ്രവാചകന്മാർ, മുർസലീങ്ങൾ. അവർക്ക് പാപസുരക്ഷിതത്വമുള്ള ആളുകളാണ്. മുർസലീങ്ങൾ എന്ന് പ്രവാചകന്മാർ എന്ന് പറയുന്നത്, നബിമാരെന്ന് പറയുന്നത് പാപസുരക്ഷിതത്വമുള്ള ആളുകളാണ്. ദൈവിക സംരക്ഷണത്തിലാണ് അവരുള്ളത്. സിൻ സെക്യൂരിറ്റി ഉള്ള ആളുകളാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. സിൻ സെക്യൂരിറ്റി ഉള്ള ആളുകളാണ്, പാപസുരക്ഷിതത്വമുള്ള ആളുകളാണ്. അവർ പാപം ചെയ്യില്ല. അങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് പോലും അബദ്ധങ്ങൾ സംഭവിച്ചത് ഏതെങ്കിലും അങ്ങാടി കടലാസിലല്ല ഉള്ളത്. അള്ളാഹുവിന്റെ വേദപ്രമാണത്തിൽ തന്നെയുണ്ട് പ്രവാചകന്മാർക്ക് അബദ്ധം സംഭവിച്ചത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, യൂനുസ് പ്രവാചകന്മാരിൽപ്പെട്ടതാണ്. തീർച്ചയായിട്ടും യൂനുസ് പ്രവാചകനാണ് എന്ന് അള്ളാഹ് തന്നെ പറയുകയാണ്. 18 പ്രവാചകന്മാരെ കോൺവോയായി എണ്ണിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറയുന്നുണ്ട്. 18 പ്രവാചകന്മാരെ ഒന്നിനു പുറകെ ഒന്നായി എണ്ണിയതിന് ശേഷം വജ്തബൈനാഹും ഇവരെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, വഹദൈനാഹും ഇവരെ ഞാൻ സന്മാർഗത്തിലാക്കിയിരിക്കുന്നു. ഈ 18 പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് യൂനുസ് നബി. അള്ളാഹു എണ്ണിയ ഒരു പ്രവാചകനാണ് യൂനുസ് നബി. ഈ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ചരിത്രമുണ്ട്. നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്താണ് അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളിൽ പെട്ടിരിക്കുന്നു, ഞാൻ അക്രമികളിൽ പെട്ടിരിക്കുന്നു. ഈ പ്രാർത്ഥന സാക്ഷാൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഞാൻ അക്രമികളിൽ പെട്ടിരിക്കുന്നു. എല്ലാ മലയാള പരിഭാഷകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിനകത്തൊക്കെ ഞാൻ അക്രമികളിൽ പെട്ടിരിക്കുന്നു എന്നാണ്. എന്താണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത അക്രമം? മറ്റൊന്നുമല്ല, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറാഖിലെ മൂസിൽ പ്രദേശത്തെ കൻആൻ എന്ന പ്രദേശത്തേക്കാണ് അള്ളാഹു പ്രബോധനത്തിന് നിയോഗിച്ചത്. അദ്ദേഹം അവിടെ ചെന്ന് പ്രബോധനം നിർവഹിച്ചിട്ട് ആരും അതിനകത്തേക്ക് ചേർന്നില്ല, മെമ്പർഷിപ്പ് എടുത്തില്ല. 1-2 പേരാണ് അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തത്. ഇത് ആ പ്രവാചകനെ വല്ലാതെ അസ്വസ്ഥനാക്കി, അരിശം കൊള്ളിച്ച്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് വണ്ടി കയറി. പിന്നെ പ്രബോധനത്തിനൊന്നും നിന്നില്ല. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. പോകാൻ വേണ്ടി കപ്പലിൽ കയറുന്നു. കപ്പലിൽ കയറുമ്പോൾ കപ്പൽ വല്ലാണ്ട് ആടി ഉലയുന്നു, അപകടം സംഭവിക്കാൻ കാരണമാകുന്നു. അപ്പോ എല്ലാവരും കൂടി പറഞ്ഞു, പല അഭിപ്രായങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, ഭാരം കൂടുന്നു, അതുകൊണ്ട് ആരെങ്കിലും ഇതിനകത്ത് പുറത്തോട്ട് തള്ളണം. ചരക്കുകളൊക്കെ പുറം തള്ളി, പക്ഷെ എന്നിട്ടും ഭാരം നിലനിൽക്കുന്നു, അതുകൊണ്ട് ഇനി ചില ആളുകളെയും കൂടി തള്ളണം, അതുകൊണ്ട് നറുക്കിടണം. അങ്ങനെ നറുക്കിട്ടപ്പോൾ വീണത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് പറയുന്നത് കാണാം. മറ്റൊരു ചരിത്രത്തിൽ മറ്റൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ഏതോ ഒരു പാപി കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ആ പാപിയെ പുറത്താക്കിയാലാണ് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ, ബാക്കിയുള്ളവർക്ക് കൂടി രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നതിൻ്റെ ഒക്കെ പേരിൽ ചുരുക്കത്തിൽ എന്തുമാകട്ടെ, ചരിത്ര സംഭവം എന്തുമാകട്ടെ, അതിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ എന്തുമാകട്ടെ,
യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിലേക്ക് വീഴുകയാണ്. അദ്ദേഹത്തിന് കടലിലേക്ക് എറിയുകയാണ്. കടലിലേക്ക് എറിഞ്ഞു. അദ്ദേഹത്തിന് മത്സ്യം വിഴുങ്ങുന്നു. മത്സ്യം വിഴുങ്ങി അതിനകത്ത് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. താൻ തെറ്റാണ് ചെയ്തത്. ആ പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറയുന്നത്. ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് യൂനുസ് നബി പറയുന്ന അക്രമം ഇതാണ്. അദ്ദേഹത്തെ മത്സ്യം കരയിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും പ്രബോധനത്തിനായി പോകുന്ന, ദൈവിക നിർദ്ദേശപ്രകാരം പ്രബോധനത്തിനായി പോകുന്ന സംഭവമാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതെന്തെന്നാ, ആ പ്രവാചകനെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് അള്ളാഹ് നിയോഗിക്കുന്നു. അവിടുന്ന് ദേഷ്യപ്പെട്ടു പോരുന്നു. ഇതല്ലേ അബദ്ധം എന്ന് പറയുന്നത്? ഇത് സംഭവിച്ചതാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക്. ദൈവിക സംരക്ഷണമുള്ള പ്രവാചകന് പോലും ഇത് സംഭവിക്കുന്നു. ഒരു റസൂലിന് പോലും, ഒരു മുർസലിങ്ങളിൽപ്പെട്ട ആൾക്ക് പോലും സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സംഭവത്തെ പുരസ്കരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷാൽ മുഹമ്മദ് നബിയെ പോലും ഉപദേശിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ്? ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നബിയെ താങ്കൾ ക്ഷമിക്ക്, അള്ളാന്റെ വിധി വരുന്നത് വരെ താങ്കൾ ഒന്ന് ക്ഷമിക്ക്. വലാ തകുൻ കസാഹിബുൽ ഹൂത്ത്, ആ മത്സ്യക്കാരനെ പോലെ അക്ഷമനാകരുത് എന്നുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്മാർക്ക് പോലും സ്ഖലിതങ്ങൾ സംഭവിക്കുന്നു, ദൈവിക സംരക്ഷണമുള്ള പ്രവാചകന്മാർക്ക് പോലും. അതിൻ്റെ യുക്തിയും അത് കാര്യങ്ങളൊക്കെ മറ്റു വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്തുമാകട്ടെ, ഇതുപോലെ വേറെയും ഉദാഹരണങ്ങൾ ഖുർആനിലും ഹദീസിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. എന്തിനേറെ ഉമർ റളിയല്ലാഹു അൻഹു, സാക്ഷാൽ ഉമർ റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ഉമർ റളിയല്ലാഹു അൻഹു അസ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് അഡ്വാൻസ് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഒരു വഴിയിൽ കയറിയാൽ ആ വഴിയിലേക്ക് പിന്നെ പിശാച് കയറുന്ന പ്രശ്നമേ ഇല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 1/2 ഡസനോളം ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് റിപ്പോർട്ടിങ്ങിൽ വന്ന ഒരു മിസ്റ്റേക്ക് ഇതേ ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അദ്ദേഹം പറഞ്ഞതിനെ കറക്റ്റ് ചെയ്യുന്നത് ഇതേ ബുഖാരിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് സഹാബികൾ അടക്കം ആരും അബദ്ധം പറ്റാത്തവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഒരു സംഗതിക്ക് പ്രമാണമായി സ്വീകരിക്കുന്നത് അള്ളാഹുവും അവൻ്റെ റസൂലിൻ്റെ വചനങ്ങളുമാണ്. അതുമാത്രമാണ് ഇസ്ലാമിൽ പ്രമാണം. ബാക്കിയുള്ളവർ പറഞ്ഞത് എന്താണെങ്കിലും അതിനകത്ത് അബദ്ധങ്ങൾ പിണയാം. ഒരുപക്ഷെ അവരതറിഞ്ഞ് ചെയ്ത ആവണമെന്നില്ല. അവർ നുണ പറയുന്നതോ കളവ് പറയുന്നതോ തെറ്റ് ചെയ്യുന്നൊന്നും ആവണമെന്നില്ല, സംഭവിക്കാം. അതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വപ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന് മഖ്ബറക്ക് നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാലിക് റളിയല്ലാഹു തആല പറഞ്ഞു, ഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ ഔ മർദൂദുൻ. ഫീ കുല്ലി ഖൗലിൻ, എല്ലാവരുടെ വർത്തമാനങ്ങളിലും മഖ്ബൂലുൻ വ മർദൂദുൻ, സ്വീകരിക്കേണ്ടതുമുണ്ട് തിരസ്കരിക്കേണ്ടതുമുണ്ട്. ഇല്ലാ ഖൗലു സാഹിബ് ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ മാത്രം സ്വീകരിക്കാനുള്ളതേ ഉള്ളൂ, തള്ളാനുള്ളതില്ല. അഥവാ സത്യത്തിന്റെ മാനദണ്ഡം അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഷാഫി ഇമാമിനൊരു അഭിപ്രായം പറഞ്ഞതിൽ തെറ്റായിപ്പോയി, ഇമാം അബൂ ഹനീഫക്ക് ഒരു തെറ്റുപറ്റിയ ആ വിഷയത്തിൽ, അതേപോലെ തന്നെ മഖ്ദൂം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ ചെറിയൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഇതൊന്നും യാസീൻ ഓതി മാപ്പ് പറയേണ്ട ഒരു അബദ്ധമാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അബദ്ധം പറ്റാം, അത് സ്വാഭാവികം മാത്രമാണ്. ഇനി ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിയാമോ? ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രത്യാഘാതമല്ല ഈ വിശ്വാസത്തിന് ഉണ്ടാവുക. അത് ആർക്കും തെറ്റു പറ്റൂല, മഹാന്മാർക്ക് ആർക്കും ഒരു അബദ്ധം പറ്റൂല എന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈജ്ഞാനികമായ അന്വേഷണങ്ങളെയും അതുപോലെ തന്നെ ത്വരയെയും ഒക്കെ ബാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഈ കിതാബുകളൊക്കെ എഴുതി വച്ചിട്ടുള്ളത്.
ഇതിനകത്ത് ഒരബദ്ധവും ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ശരിയാണ്, ഇനി ഒന്നും പഠിക്കേണ്ടതുമില്ല, അന്വേഷിക്കേണ്ടതുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? നമ്മുടെ വൈജ്ഞാനികമായ അന്വേഷണങ്ങളെയും പഠനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും പറഞ്ഞു വെച്ചിട്ടുള്ളത് അവരുടെ കാലഘട്ടത്തിന്റെ പരിമിതി അതിനകത്ത് പ്രതിഫലിക്കും. നല്ലൊരു ശതമാനം പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇസ്ലാമിക ഭരണാധികാരികളുടെ ആ തണലിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എഴുത്തുകളിൽ ആ കാലഘട്ടത്തിന്റെ പരിമിതി ഉണ്ടാകും. ഈ പരിമിതി ഇല്ലാത്ത ഒരേ ഒരു മനുഷ്യനെ ലോകത്തുള്ളൂ, അത് പ്രവാചകന്മാരിൽപ്പെട്ട മനുഷ്യന്മാരാണ്. കാലഘട്ടത്തിൻ്റെതായ ആ ഒരു പരിമിതി, വിശുദ്ധ ഖുർആൻ പോലും ആ പരിമിതി കീപ്പ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും സംസാരിക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ വികാസം വെച്ചിട്ടാണ് പല കാര്യത്തിലും സംസാരിച്ചിട്ടുള്ളത്. ഹജ്ജിന് പോകുന്ന കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ ഫ്ലൈറ്റിന് വരും, അവർ ഷിപ്പിന് വരും എന്നാണോ പറഞ്ഞത്? അല്ല, അവർ ഒട്ടകപ്പുറത്ത് വരും, അവർ നടന്നു വരും എന്നാണ് പറഞ്ഞത്. ത്രികാലജ്ഞാനിയായ അള്ളാഹിന് പറയാൻ പാടില്ലേ വരൂ എന്ന് പറഞ്ഞ പോലെ? എന്തിനാണ് ഈ ഒട്ടകത്തിന്റെ കാര്യവും കപ്പലിന്റെ നടന്നു എന്ന കാര്യവും പറയുന്നത്? നീ വിളിച്ചോളൂ, അവർ ഹജ്ജിന് വരൂ എന്ന് പറഞ്ഞ പോലെ. അവിടെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനെ കപ്പലിലേക്കും അത് വിമാനത്തിലേക്കൊക്കെ വികസിപ്പിക്കേണ്ടത് നമ്മളാണ്. അല്ലാഹ് പോലും അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പണ്ഡിതന്മാരെല്ലാം അവരുടെ ഗ്രന്ഥരചന നടത്തിയ സന്ദർഭങ്ങളിലെല്ലാം അവരുടെ കാലഘട്ടത്തിന്റെ പരിമിതി അതിനകത്തുണ്ടാകും. ആ കാലഘട്ടത്തിന്റെ പരിമിതികളൊന്നും ബാധിക്കാത്ത ആളുകളാണ് ഈ മഹാന്മാരെന്ന് എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ തെറ്റുപറ്റാത്ത ഒരു സങ്കല്പം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തരുന്നില്ല. അബദ്ധങ്ങൾ സംഭവിക്കാം. ഇനി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹപ്രായത്തിന്റെ കാര്യത്തിൽ അത് ആയിഷ ബീവി തന്നെ പറഞ്ഞത് തന്നെയാണ് ശരി. അതിനപ്പുറത്ത് ഒരു കോംപ്രമൈസിനും സന്നദ്ധമാകാത്ത ആളുകൾ എന്തിയെ? ഇതേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇതേ ബുഖാരിയിൽ പറഞ്ഞ സ്ത്രീകളുടെ പള്ളിപ്രവേശനവും അവരുടെ എത്തിക്കാഫുമായി ആയിഷ ബീവിയുടെ അടക്കമുള്ള പ്രവാചകന്റെ ഭാര്യമാരുടെ എത്തിക്കാഫിനെ കുറിച്ചുള്ള ഹദീസ് എന്തേ സ്വീകരിക്കാത്തത്? അതെന്തേ സ്വീകരിക്കാത്തത്? നിങ്ങളൊന്ന് നോക്കൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇതേ ഈ സാക്ഷാൽ ബുഖാരിയിൽ സാക്ഷാൽ ആയിഷ ബീവി പറഞ്ഞതാണല്ലോ വിവാഹപ്രായത്തിന്റെ കാര്യം. ഞാൻ 9 വയസ്സിലാണ് കല്യാണം കഴിച്ചെന്നുള്ളത്. ഇതേ ആയിഷ ബീവി ഇതേ സാക്ഷാൽ ബുഖാരിയിൽ പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്നതാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതകിഫുൽ അസ്റൽ അവാഖിരി മിൻ റമദാന ഹത്താ തവഫാഹു അല്ലാഹു. എന്താ അതിന്റെ അർത്ഥം? മറ്റൊന്നുമല്ല, അഥവാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ, മരിക്കുന്നത് വരെ എല്ലാ റമദാനിലെയും അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരും ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് ആയിഷ ബീവി അടക്കമുള്ള പ്രവാചകന്റെ ഭാര്യമാരെ ഇഅ്തികാഫിരുന്നു എന്നല്ലേ? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മുടെ പെണ്ണുങ്ങൾക്കും ഇന്ന് പള്ളിയിൽ പോയി ഇഅ്തികാഫിരിക്കാന്നല്ലേ? ആ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് നല്ല പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകില്ല, അത് ഭയങ്കര വല്ലാത്ത ഒരു വിദഗ്ധാണ്, ഇതിനെതിരൊക്കെ ഐക്യപ്പെടണം എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതേ ബുഖാരി ഉദ്ധരിച്ച ഇതേ ആയിഷ ബീവി പറഞ്ഞ ഹദീസാണത്. വേറെയും ഹദീസ് നമുക്ക് കാണാം. ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തൊക്കെ ബുഖാരിയെ സ്വീകരിക്കും, നമുക്ക് പറ്റാത്തിടത്തൊക്കെ ബുഖാരിയെ തള്ളും. ഇതിനെ പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് എന്നാണ്. പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വക വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായൊരു സ്റ്റാൻഡ് നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം. വളരെ കൃത്യമായൊരു നിലപാട് ആ വിഷയത്തിൽ ഉണ്ടാകണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ആരെങ്കിലും എഴുതിയ കിതാബുകളൊന്നുമല്ല. ഇസ്ലാമിലെ പ്രമാണം എന്ന് പറയുന്ന അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥത്തിൽ നമുക്ക് തന്ന 6236 വചനങ്ങൾ, അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഇത് രണ്ടുമാണ് നമുക്ക് പ്രമാണം. ആ 2 പ്രമാണങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കും. ആ 2 പ്രമാണങ്ങളല്ലാത്ത പ്രമാണങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതുമായി ബന്ധിപ്പിച്ച് മാറ്റുരച്ച് നോക്കിയിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. ഇതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇത് മദ്ഹബിന്റെ ഇമാമുകൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മദ്ഹബിന്റെ ഇമാമുകൾക്ക് പോലും പറയേണ്ടി വന്നത്
ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി സ്വഹീഹായ ഒരു വചനം നിങ്ങൾക്ക് ലഭിച്ചാൽ അതായിരിക്കും ഞങ്ങളുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായം എന്ന് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ റളിയല്ലാഹു തആല അൻഹും അവരെ സംബന്ധിച്ചുള്ളവർ പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.